റേച്ചു അങ്ങോട്ട് പോണ്? എവിടേക്കാ പോണ്? 4 മണിക്കാറ്റിൽ പോയിട്ട് വരാം അല്ലേ? ഓക്കെ, എന്നാ പോവാം. ഇപ്പൊ കംപ്ലീറ്റ് ടാർ ചെയ്തല്ലേ? അവിടെ വരെ ടാർ ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നല്ല അന്തസ്സായിട്ട് പോവാം. ആകെ ഒരു ചെറിയ ഏരിയ മാത്രമേ ടാർ ചെയ്യാത്തുള്ളൂ, ബാക്കിയെല്ലാം ടാർ ചെയ്യുക. ഒരു മുമ്പിൽ പോയിക്കോട്ടെ കേട്ടോ. റേച്ചു ഹെൽമെറ്റ് വെച്ചപ്പോൾ ഒരു ഭംഗിയുണ്ട് അല്ലേ? ടീഷർട്ടും ഈ കുറച്ച് ചെറിയൊരു കട്ട മാത്രമേ റോഡ് മോശമുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എല്ലാം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ പീസ് മാത്രമേ കുഴപ്പമുള്ളൂ. അല്ല, ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. നല്ല പൊറോട്ടയുടെ സ്മെല്ല്. പൊറോട്ട സെന്റർ അല്ലേ ഇത്? അത് ആ ഷവർമയുടെ സ്മെല്ലോ. പക്ഷെ ഇവിടെ പൊറോട്ട സെന്ററാണ്, കാരണം ഇവിടെ പൊറോട്ട ഉണ്ടാവും. അപ്പോൾ അവിടെ കുണ്ടക്കടവ് പാലം എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൗസിയുടെ വീടാണ് ഉള്ളത്. ചേച്ചിയുടെ കൂട്ടുകാരിയില്ലേ? എന്ത് ഫോട്ടോ അല്ല വീഡിയോ. ഇവിടെ വൈകുന്നേരം വന്നിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ മുമ്പ് ഒരിക്കൽ വന്നിട്ടില്ല ഇവിടെ, ഓർമ്മയില്ല? രണ്ട് സൈഡിലും ബൈക്ക് പോകുന്നു. ബുള്ളറ്റിന് പോകുമ്പോൾ കുറച്ചും കൂടി വിസ്താരമായിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇടുങ്ങിയ വഴി കൂടെയാണ് പോകണമെങ്കിലും സ്വർഗത്തിലേക്കുള്ള കവാടത്തിലേക്ക് പോകണട്ടോ. നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ 66 നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഹൈവേ നാഷണൽ ഹൈവേ 66 പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൊക്കേഷൻ കിട്ടിയോ? നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണം. നമ്മൾ കയറി വന്ന വഴി അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ പോകണം. ഓക്കെ, ശരിക്ക് പുറകോട്ടാണ് പോകേണ്ടത്. പക്ഷേ പുറകോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലെ പോയിട്ട് ഇവിടുന്ന് റൈറ്റ് തിരിയാക്കാം. ഇവിടെ ഫസ്റ്റ് റൈറ്റ് തിരിയണം. ഇവിടെ എല്ലാം ഇങ്ങോട്ടും ഇതിലെ റൈറ്റ്. അതെ, ഇതിലെ തിരിച്ച് വൺ വേ ഇല്ല. അവിടെ പണി നടക്കുന്ന കാരണം നമുക്ക് ഇതിലെ പോകേണ്ടി വരും. പതുക്കെ ഭയങ്കര ട്രാഫിക്കാണ്. അത് നോക്കിയിട്ട് വരില്ല, പതുക്കെ എടുത്തോ. പതുക്കെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. എടുത്തോ. അതെ, ട്രാഫിക് വളരെ കൂടുതലാട്ടോ. റോഡ് ശരിയാവാത്ത കാരണം വൺ വേ ആണ്. ശ്രദ്ധിച്ച് പോയിക്കോളാം. എന്താ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ പരിചയപ്പെടാമല്ല. ഇതിപ്പോൾ പുതിയ റോഡുകളൊക്കെ ഇതുപോലെയല്ലേ വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓടിച്ച് പരിചയിക്കേണ്ടി വരുമല്ലോ.
പക്ഷെ ആ പിള്ളേരുടെ പിന്നാലെ പിടിച്ച് നമ്മുടെ കുട്ടികളുടെ വേറെ വഴി തന്നെ. ഇൻഡിക്കേറ്റർ ഇട്ടോ? ആ ഓടിക്കോളും. ചാവക്കാട് വരെ എത്തിക്കോളും. ഇപ്പൊ ബ്ലിങ്ക് ചെയ്തിട്ടില്ലല്ലോ. റോഡ് വളരെ ദയനീയമാണല്ലോ അല്ലേ? ശരിക്കുള്ള വഴി ഇതാവില്ല, വേറെ വഴിയായിരിക്കും. റോഡ് എന്തായില്ല. ഇതല്ലേട്ട വഴി മാറിപ്പോയി. പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നു. വെക്കേഷനല്ലേ? ആ ഈ പാലം കയറിയിട്ട് അങ്ങോട്ട് പോയതല്ലേ? ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നോക്കി പോയിക്കോ. ഇരുമ്പ് പാലാണ്. ഇതിൽ കൂടെ അല്ല നമ്മള് കാറ് ഓടിച്ചു പോയി. കറക്റ്റ് 4 അടിയുള്ളൂ. പിന്നെ കയറിക്കോ. ആ നമ്മള് കുറച്ച് വഴി ഡൈവേർട്ടായി പോയി. ഇതാണ് ശരിക്കുള്ള വഴിയില്ലേ? നല്ല വീതിയുള്ള റോഡുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ 4 മണിക്കാറ്റിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഓ ഇപ്പൊ തന്നെ തിരക്കായി തുടങ്ങി. ഇവിടെ കേട്ടോ, അല്ലെ അവിടെ ഉണ്ടാവും, പാർക്കിംഗ് ഉണ്ടാവും. ക്യാമറ എടുത്തില്ല, ഇതുള്ള കാരണേ. ഇതിന് വേറെ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ ചേട്ടാ? ബോട്ടിങ്ങിന് വേറെ പൈസയാണോ? ആ അവിടെ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപ. ഒരാൾക്ക് 50 രൂപ വേണോ? ബോട്ടിങ്ങിന് പോണോ? റേച്ചു ബോട്ടിങ്ങിന് പോണോ? ബോട്ടിങ്ങിന് പോണോ? കുറച്ച് ദയനീയ അവസ്ഥയാണല്ലോ ബോട്ടൊക്കെ. നീ ചവിട്ടോ? എന്നാ നമുക്കിതിൽ പോയി നോക്കാം. ഇത് അവിടെ ചേച്ചിമാർ പോകണമെങ്കിൽ വലിയ ബോട്ടല്ല, വഞ്ചിയാണ് കേട്ടോ, വഞ്ചി. ആ അവിടെ ചെറിയ വഞ്ചി ഉണ്ട്. പെഡൽ ബോട്ടിൽ പറ്റും. ഞാൻ ഈ പെഡൽ ബോട്ടിൻ്റെ അടിഭാഗം കാണിക്കാൻ വേണ്ടി കേട്ടോ. എന്താ ആ ബോട്ടില്ലേ, ആ ബോട്ട് എന്താ പെഡൽ ബോട്ട്, അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ആയിരിക്കും. എന്താ ഒരു 4 ലീഫ്, നിനക്കറിയോ അത്? ശരി. ഹലോ, ഏത് ബോട്ടിലാണ് പോണ്ടേ? അതിലാ? നമുക്ക് ആ ബോട്ടിൽ പോയാലോ?
കേറിക്കോ കേറിക്കോ. അതെ ഓ പതുക്കെ. നമ്മുടെ വെയിറ്റ് താങ്ങും അവര്. ആ അപ്പുറത്തിരുന്നു. അങ്ങോട്ട് വീഴരുതിട്ടോ. ആ ഞാൻ കയറട്ടെ. എന്താ ആർക്കും സുഖം. ഓടിപ്പിക്കാനോ? എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? അതൊക്കെ അതിന്റെ സ്പീഡ്. ഒരാൾ ചവിട്ടിയാൽ മതി. ഒരാൾ ചവിട്ടിയാൽ പോകും സാധനം. കുറച്ച് ആരോഗ്യമുള്ള ആളാകുമ്പോൾ കുറച്ച് സ്പീഡിൽ പോയിക്കോളും. ഐസ്ബർഗ് 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 പിടിക്കല്ലേ? ഓ ടൈറ്റാനിക് ഓർമ്മയില്ലേ? ആ അതാ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിയിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് വഴിയിൽ കൊടുക്കും. ഒരു മിനിറ്റ് ആ ചകിരി അതിൻ്റെ അടിയിൽ പെട്ട് തോന്നുന്നു. അതൊക്കെ ഒന്ന് തിരിച്ച്. ആ പോയി 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 അത് പോയി. ആ തിരിയാ. നമുക്കവിടെ എത്തിയിട്ട് തിരിഞ്ഞാൽ പോരെ. ഈ ഭംഗി കാഴ്ചകളൊക്കെ കാണണ്ടേ? അതുകൊണ്ടോ ഈ ലാൻഡ്സ്കേപ്പ് തെങ്ങും തോപ്പൊക്കെ നോക്കി കണ്ടോ? തെങ്ങുമ്മലൊക്കെ നിറച്ച് തേങ്ങയൊക്കെ ഉണ്ട്. ഇത് അവിടെ ആ തെങ്ങ് നിൽക്കണ നോക്കി കണ്ടോ? ആ തെങ്ങോട് നോക്കി റയിച്ചു. അത് ശരി, വെറുതെ അല്ല അവള് തിരിയാൻ പറഞ്ഞു. പേടിച്ചിട്ടാണ്. എത്ര സമയം? 20 മിനിറ്റ്. സമയം നോക്കിയാരെങ്കിലും കയറിയപ്പോ തിരിഞ്ഞില്ലേ? ഇനി എവിടേക്കാ തിരിയണ്? ഇത്ര തിരിയാൻ പറ്റുള്ളൂ. നേരെ പോടാ. നേരെ പോയിട്ട് നമുക്ക് നേരെ പോയിട്ട് ഇത് അങ്ങോട്ട് സ്ട്രൈറ്റ് എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ആ സൈഡിൽ കൂടെ പോയാൽ നമുക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. റിവേഴ്സ് ഒന്ന് ചവിട്ടി നോട്ടെ. രണ്ടുപേരും കൂടി ചവിട്ടിയാൽ നല്ല ഭംഗിയുണ്ടാവും. ചാട്ടമൊന്നും ഉണ്ടാവില്ല. ആ പോട്ടെ, ഫ്രണ്ടിലേക്ക് പോ. കുറച്ചുകൂടി ഇരുട്ടായ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതുമലൊക്കെ ഈ ലവ് ചിഹ്നമൊക്കെ ഇല്ല. നമുക്ക് ലൈറ്റ് വരുമ്പോഴേ, ലൈറ്റ് ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട്. ഇരുട്ടായിട്ടില്ല. രണ്ടുപേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു ഇപ്പോൾ. ആ ഒരെണ്ണമായി മതി. ഒറിജിനൽ തന്നെ, ഒറിജിനൽ. പോവാം. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? വീഴല്ല കേട്ടോ. കുറച്ചറിയിക്കാൻ വെള്ളത്തിൽ ചോട്ടുണ്ടാവും. മുളവടി കൊണ്ടുണ്ടാക്കിയ പാലാണ് കേട്ടോ.
കളിക്കാനോ? ഇത് അവിടെ കൊട്ടയുണ്ട്, കൊട്ട. ഇതാ കുട്ടി ഇരിക്കണുണ്ടോ? കൊട്ട അത് വേറെ പോകാനാവും. അത് വെറുതെ പഴയതായില്ലേ. നന്നായി ചാട് ചാട് കഴിച്ചു. നന്നായി ചാടിയിട്ടേ നോക്കിയേ, നല്ല ചാട്ടം ചാടി ഇതിന്റെ മോളിൽ കൂടെ ഇപ്പുറത്തേക്ക് വാ. അത്യാവശ്യം നല്ല കുറെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. അത് കുറച്ച് വൃത്തിയിലൊക്കെ കിട്ടുന്നില്ലേ നോക്കി. മോഫി ആ ആര് ആ നല്ല കുട്ടിക്കാച്ചി വണ്ടിയാണല്ലോ അല്ലേ? ആ ഇനി നമുക്ക് കയാക്കിംഗ് സെന്ററിലേക്ക് പോവാം. ഇവിടെ കയാക്കിംഗ് സെന്റർ. ഇതാണ് കയാക്കിംഗ് സെന്റർ. കലാക്കിംഗ് അല്ല, കയാക്കിംഗ്. ട്രയാക്കിംഗ് എന്നാണ് അത് പറയുന്നത്. ട്രക്കിങ്ങും കയാക്കിങ്ങും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവള് പറയുന്നത്. ട്രയാക്കിംഗ്. ഇവിടെ കയാക്കിങ് മാത്രമല്ല കേട്ടോ, വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എത്ര കയാക്കിങ്ങിന് എത്രയാ? അരമണിക്കൂർ വേണോ? പോണ്ടോ? ലൈഫ് ജാക്കറ്റ് വേണോ? ഞാനില്ല, എനിക്ക് അതിന് 2 പേര് വേണ്ടേ? എൻട്രി 4 പേര് 40. ഇതവിടെ ഫോട്ടോ സെന്റർ ഉണ്ട്. ഫോട്ടോ അല്ല, ഫോട്ടോ സ്പോട്ടോ. ഫോട്ടോ സ്പോട്ട് 1G. ആ വേറെ ആരും ഇല്ല, നീ തന്നെ പോയാൽ മതി. പോണില്ലേ? കയാക്കിങ്ങിന് പോകണ്ടോ? ഓ ഇവിടെ വരാൻ അത്യാവശ്യം ബോട്ടുകളുണ്ട് കേട്ടോ കയാക്കിങ്ങിന്. സിംഗിൾ ബോട്ടിലാണ് പോണ്. എത്ര മിനിറ്റ് ഉണ്ട്? എത്ര മിനിറ്റാ? അരമണിക്കൂർ അല്ലേ? ആ പൊന്നു ആദ്യം പോക്കോ. ഫ്രണ്ടിലും ഒക്കെ ഞങ്ങൾ പോക്കോ വരാം. ഓ ഹെൽമെറ്റ് ആ പോട്ടെ. കോഫി വീഡിയോ. അങ്ങനെ നമ്മൾ ഒരു 7:30 സമയം ഇവിടെ പറയുകയാണ്. അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? അത്യാവശ്യം ഒരു വൈകുന്നേരം ചിലവാക്കാനുള്ള സംഭവങ്ങളൊക്കെ പുതുക്കി ഹബ്ബ് വരെയുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.